ഹലോ ഫ്രണ്ട്സ്, ഹലോ കൂട്ടുകാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നെന്താ വിചാരിക്കുക എല്ലാവരും, ഇതെന്താ ഇങ്ങനെ ഒരു വീഡിയോ, ഇത് എവിടെയാ സ്ഥലം, എന്താ ഇത്? ഇപ്പോൾ ഞാൻ സെയിൽ വീഡിയോ തന്നെയാണല്ലോ ഇടുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറേ നാളെ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഷോർട്സായി ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പറ്റിയിട്ടില്ല സമയം കൊണ്ട്. ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇങ്ങനെ ഈ പ്രത്യേക വീഡിയോ ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ പോയ ഒരു ടൂറാണ് കൂർഗിലേക്ക്, മടിക്കേരി കൂർഗിലേക്ക്. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ ചെയ്തത്, ഞങ്ങളവിടെ പോയതൊക്കെ കുറച്ച് നല്ല വിഷ്വൽസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ ചാനലിൽ അധികം ഉള്ളത്. അപ്പോൾ അവിടെ കണ്ട കുറേ ചെടികളും അതിൻ്റെ ഒക്കെ ഒരു ഭംഗി കാണേണ്ടത് തന്നെയാണ്. ഇതാ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഒരു ഹോം സ്റ്റേ പോലെയുള്ള ഒരു ഹോം സ്റ്റേ അല്ല, ഇങ്ങനെ ഒരു ഹോട്ടൽ തന്നെയാണ്, റെസ്റ്റോറൻറ്റ്. അവിടെയാണ് നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു, കാണേണ്ടത് തന്നെയാണ്. പിന്നെ അവിടുത്തെ തണുപ്പും നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. 2-3 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. മുകളിലേക്ക് കയറിപ്പോയാൽ അവിടെ സ്റ്റേ ആക്കുന്നത്. ഇതെല്ലാം അവിടുത്തെ ചുറ്റുപാടുള്ള ഗാർഡൻസാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്കൊന്ന് കാണിക്കാൻ. ഇവിടെ പോയിട്ടുണ്ടാവും എല്ലാവരും. ഞങ്ങൾ ഇതിന് മുമ്പ് കൂർഗിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഈ സ്ഥലത്ത് എത്തിയിട്ടില്ലായിരുന്നു. 2-3 പ്രാവശ്യം കൂർഗിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് ഫസ്റ്റ് ടൈമാണ് എത്തിയത്, ഇങ്ങനൊരു റെസ്റ്റോറൻറ്റിലേക്ക്. അവിടുന്ന് മുകളിലത്തെ റൂമിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ കുറേ ബെഡ്, ഇങ്ങനെ ഒന്നിച്ചൊരു വലിയൊരു റൂമിലേക്ക് കുറേ ബെഡായിട്ട്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ ബെഡ് ഒന്നിച്ച് ഇരുന്നിട്ട് നമ്മൾ ഓരോരാൾക്ക് ഓരോ ബെഡ് പോലെ അങ്ങനെയാണ്. ഓരോ ബെഡിനും 500 rupees ഈച്ചാണ് അവർ എടുക്കുന്നത് നമ്മളോട്. പിന്നെ അവിടെ ഫുഡും അതിൽ തന്നെ നമുക്ക് റൂമിൽ തന്നെ സ്റ്റേ ചെയ്താൽ ഫുഡും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാ ഫുഡും അല്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച കുറച്ച് വീഡിയോയിലേക്ക് എത്തിക്കാൻ. എപ്പോഴും സെയിൽ പോസ്റ്റും സെയിൽ വീഡിയോയും ഇതും പണം ഉണ്ടാക്കുന്നവർ തന്നെയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ഇടാമെന്ന്. അങ്ങനെയാണ് ഇത് ഇടാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇത് ഒരു 5 മിനിറ്റോളം ഉണ്ട് ഈ വീഡിയോ. ഷോർട്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോർട്സിലാകുമ്പോൾ എനിക്ക് വീഡിയോ ഒന്ന് കറക്റ്റ് എടുക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കഴിവിൻ്റെ പരമാവധി ഇങ്ങനെ എടുത്ത വീഡിയോ ആണ്. വെറുതെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ചാനലുണ്ടല്ലോ, അതിൽ കൂടി ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. ഇവിടെ നല്ല വെള്ളം പോകുന്ന സ്ഥലമാണ് ഇത്. പിന്നെ രാജാജി നഗർ, പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ രാജാജി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെയുള്ള ഗാർഡൻസാണ് ഇതൊക്കെ. നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവരില്ല, അപ്പോൾ അവിടുത്തെ പോവും. ഇതില്ലാതെ പിന്നെ നമുക്കെന്താ ഒരു വീഡിയോ, എന്താ ഒരു ജീവിതം? പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് പ്ലാന്റ്സ് കണ്ടാൽ പിന്നെ അത് മതിയല്ലോ. അങ്ങനെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. രാജാജി നഗർ അവിടെ ഫുള്ള് ഇത് തന്നെയാണ്, ചെടികളും പൂക്കളും പറയുന്ന പോലെ നല്ല നല്ല ഡാലിയ പൂക്കളൊക്കെ വെച്ച് നിരത്തിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഡാലിയ പൂക്കൾ, പക്ഷേ വീഡിയോയിൽ കിട്ടിയില്ല. ഇത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇപ്പോൾ പറയും വയനാടിലൊക്കെ ഇതിനേക്കാൾ കൂടുതലുണ്ടെന്ന്. ശരിയാണ്, വയനാടിലെ പ്രകൃതി വേറെയാണ്, ഇവിടുത്തെ പ്രകൃതി വേറെയാണ്. അങ്ങനെയാണ്. വയനാടിലും നല്ല തണുപ്പ് തന്നെയാണ്. ഞാൻ പോയിരുന്നു. വയനാട്ടിലുള്ളവർക്ക് പിന്നെ അവരുടെ എപ്പോഴും നിൽക്കുന്നതല്ല. ഇവിടെ നല്ല തണുപ്പായിരുന്നു, അങ്ങനത്തെ തണുപ്പ്. രാവിലെ മോർണിംഗ് ഉച്ചയായാലും നമുക്ക് വെയിലുണ്ടെങ്കിലും തണുപ്പ് അറിയത്തില്ല, അങ്ങനെ ഒരു തണുപ്പായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ നമ്മൾ പിന്നീട് പിറ്റേ ദിവസം 2 ദിവസം സ്റ്റേ ചെയ്തിട്ടോ, പിറ്റേ ദിവസം ഞങ്ങൾ വന്നു. പിന്നെ ഇത് നമ്മുടെ അബി ഫോൾസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ കുറേ സ്റ്റെപ്പ് കഴിഞ്ഞ് നടക്കാനുണ്ട്, നല്ല പെയിന്, കാലിൽ നല്ല വേദനയ്ക്ക്. കീയുമ്പോൾ നമുക്കറിയുന്നില്ല, മുകളിലേക്ക് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഇത്.
അബി ഫോൾസ് എന്ന് പറയുന്ന. പിന്നെ ഇത് പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു ഹോം സ്റ്റേ എടുത്തതാണ്. അവിടെയുള്ള വിഷ്വൽസ് ഫ്ലവറിൻ്റെ അതൊക്കെ ഞാൻ ഒന്ന് പകർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. ഓക്കെ, ബൈ, താങ്ക് യു.